ചില കാലഘട്ടങ്ങൾ വരുന്നത് വെറുമൊരു വർഷമായിട്ടല്ല, നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാനാണ്. 1202 തിരുവാതിര നക്ഷത്രക്കാർക്ക് മുന്നിൽ വാതിൽ തുറക്കുന്നത് അത്തരമൊരു അപൂർവ മഹാഭാഗ്യത്തിലേക്കാണ്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ആ വലിയ ആഗ്രഹം ഈ 1202 സഫലമാകുമോ? തലവര തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള അപ്രതീക്ഷിത ധനയോഗവും തൊഴിൽ വളർച്ചയും നിങ്ങളെ തേടിയെത്തുന്നത് ഏത് മാസങ്ങളിലാണ്? പ്രണയം, വിവാഹം, വിദേശയോഗം, ആരോഗ്യം, തിരുവാതിരക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഓർക്കുക, വലിയ സൗഭാഗ്യങ്ങൾക്കൊപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട, അടിയന്തരമായി തിരുത്തേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മിഥുനക്കൂറിൽ ജനിച്ച തിരുവാതിര നക്ഷത്രക്കാരുടെ 1202 ഏറ്റവും കൃത്യമായ, സത്യസന്ധവുമായ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഒരു നിമിഷം പോലും കാഴ്ച മാറ്റാതെ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവർഷമായി 1202 മാറ്റൂ. രാഹുവിന്റെ ആധിപത്യമുള്ള നക്ഷത്രമാണ് തിരുവാതിര. കൂർത്ത ബുദ്ധിശക്തി, ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സ്, വർത്തമാനത്തിലെ ചടുലത, കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് തിരുവാതിരക്കാരുടെ യഥാർത്ഥ വ്യക്തിത്വം. മിഥുനക്കൂറിൽ വരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് 1202 തിരിച്ചടികൾക്ക് അന്ത്യം കുറിക്കുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളെ അനാവശ്യമായി അലട്ടിയിരുന്ന മാനസിക സംഘർഷങ്ങൾക്കും തടസ്സങ്ങൾക്കും ഈ ആണ്ടോടെ വിരാമമാകും. വ്യാഴത്തിന്റെയും രാഹുവിന്റെയും അനുകൂല ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കും. നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനത്തോടെയും പ്രാധാന്യത്തോടെയും കാണാൻ തുടങ്ങും. ചുരുക്കത്തിൽ, നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുന്ന വർഷമാണ് 1202. ഇനി കരിയറിലേക്ക് വന്നാൽ 1202 തിരുവാതിരക്കാർക്ക് അവിശ്വസനീയമായ തൊഴിൽ മുന്നേറ്റമാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. കാത്തിരുന്ന സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തും. IT, മീഡിയ, റിസർച്ച്, ബാങ്കിംഗ്, മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വൻ വിജയങ്ങൾ കൊയ്യാൻ സാധിക്കും. പുതിയ തൊഴിൽ അവസരങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് സ്വപ്നതുല്യമായ ജോലി ലഭിക്കും. വിദേശത്ത് ജോലിക്കോ ഉപരിപഠനത്തിനോ ശ്രമിക്കുന്ന തിരുവാതിരക്കാർക്ക് എല്ലാ തടസ്സങ്ങളും മാറി വിസ സുഗമമായി ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്താനും വിപണിയിൽ വലിയ സാന്നിധ്യമാകാനും കഴിയും. എന്നാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ കാര്യങ്ങൾ സുതാര്യമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക നിലയിലേക്ക് നോക്കിയാൽ 1202 തിരുവാതിരക്കാർക്ക് സാമ്പത്തിക ഭദ്രതയും കൈനിറയെ വരുമാനവും നൽകും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാനും പഴയ കടബാധ്യതകൾ തീർക്കാനും ഈ വർഷം നിങ്ങളെ സഹായിക്കും. പുതിയ വീട് വയ്ക്കാനോ വസ്തുവകകൾ വാങ്ങാനോ വാഹനം സ്വന്തമാക്കാനോ പദ്ധതിയിടുന്നവർക്ക് ഈ വർഷം അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ സാധിക്കും. പാരമ്പര്യ സ്വത്തുകളിൽ നിന്നുള്ള ലാഭവും പ്രതീക്ഷിക്കാം. എന്നാൽ ഒരു മുന്നറിയിപ്പ്: രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ പെട്ടെന്നുള്ള ആവേശത്തിൽ റിസ്ക് കൂടിയ ഷെയർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമുള്ള പദ്ധതികളിലോ പണം നിക്ഷേപിക്കരുത്. പണം കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് ഭാവിയിലെ നഷ്ടങ്ങൾ ഒഴിവാക്കും. കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും 1202 തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. അവിവാഹിതരായ തിരുവാതിരക്കാർക്ക് അനുയോജ്യമായ നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന സംശയങ്ങളും തടസ്സങ്ങളും മാറി ബന്ധം കൂടുതൽ ദൃഢമാവുകയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും. കുടുംബത്തിൽ മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ദാമ്പത്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും. ആരോഗ്യകാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ ആവശ്യമാണ്. അമിതമായ ജോലിഭാരവും ചിന്തകളും കാരണം ഉറക്കമില്ലായ്മയോ നാഡീ സംബന്ധമായ അസ്വസ്ഥതകളോ വായു കോപമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്തുള്ള ഭക്ഷണവും യോഗയും ധ്യാനവും ശീലമാക്കിയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. 1202 തടസ്സങ്ങളെല്ലാം മാറി നക്ഷത്രദോഷങ്ങൾ അകലാനും ഭഗവാന്റെ പരമമായ അനുഗ്രഹം ഉണ്ടാകാനും തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട ലളിതമായ ചില വഴിപാടുകൾ പറയാം. തിരുവാതിര ശിവന്റെ നക്ഷത്രമായതിനാൽ തിങ്കളാഴ്ചകളിൽ തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി നടത്തുന്നത് വിഘ്നങ്ങളെല്ലാം അകറ്റും. കൂടാതെ വീട്ടിൽ വച്ച് ദിവസവും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യത്തിനും കാരണമാകും. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1202 സർവ്വ ഐശ്വര്യങ്ങളും മഹാഭാഗ്യങ്ങളും നിറയുന്ന ഒന്നായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തിരുവാതിര നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക.
നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. തുടർന്നുള്ള എല്ലാ നക്ഷത്ര ഫലങ്ങളും സമയബന്ധിതമായി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്.